ഹണി റോസിനെ അധിക്ഷേപിച്ച കേസിൽ ബോബി ചെമ്മണ്ണൂർ റിമാൻഡിൽ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ കോടതിയുടേതാണ് വിധി. ജില്ലാ ജനറൽ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ബോബിയെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് മാറ്റും. വിധി കേട്ടതിന് പിന്നാലെ ബോബി കോടതി മുറിയിൽ വെച്ച് തളർന്നിരുന്നു. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, ബോബിയുടെ വൈദ്യപരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണോ? അതിനുശേഷം ജയിലിലേക്ക് മാറ്റാനുള്ള നടപടികൾ തന്നെയാണ് ഉണ്ടാവുക, അല്ലേ? KP ഏതായാലും ഈ ഈ ആശുപത്രിയിലെ ഈ വൈദ്യപരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ കോടതിയിലെ നടപടികൾക്ക് ശേഷം ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. മാത്രമല്ല, ഈ വിധി വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ബോബി ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാളുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള പരിശോധന അതൊരു നിർണായകം തന്നെയാണ്. ജയിലിലേക്ക് മാറ്റുന്നതിന് മുമ്പുള്ള ആരോഗ്യ പരിശോധനയാണ് നടക്കുന്നത് എങ്കിൽ പോലും നേരത്തെ കോടതി മുറിയിൽ വെച്ച് ഇത്തരത്തിലൊരു ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇയാൾ പ്രകടിപ്പിച്ചതുകൊണ്ട് ആ കാര്യത്തിൽ കൂടുതൽ ഒരു പരിശോധന വേണ്ടിവരും. ഏതെങ്കിലും തരത്തിൽ ജയിലിലേക്ക് മാറ്റാനായിട്ട് ആരോഗ്യപരമായിട്ട് അയാൾ ഫിറ്റാണോ എന്ന കാര്യത്തിൽ നോക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഏതായാലും ജയിലിലേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുക. നിലവിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലാ ജയിൽ, കാക്കനാടുള്ള എറണാകുളത്തെ ജില്ലാ ജയിലിലേക്കാണ് ഏതായാലും ബോബിയെ മാറ്റുക എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ടുണ്ട്. ഇനി ഈ ആരോഗ്യ പരിശോധന കൂടി പൂർത്തിയായി പുറത്തേക്ക് വന്നാൽ മാത്രമായിരിക്കും ജയിലിലേക്കാണോ അല്ലെങ്കിൽ ആശുപത്രിയിൽ തന്നെയാണോ റിമാൻഡിൽ തുടരുക എന്നുള്ളൊരു കാര്യം ഏതായാലും മനസ്സിലാവുക. നേരത്തെ ഈ തീരുമാനം സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ വിധി സംബന്ധിച്ചുള്ള പകർപ്പുകളും നേരത്തെ പുറത്തു വന്നിരുന്നു. ബോബിയുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള വിധി പകർപ്പിൽ ഏതായാലും ഇയാൾക്കെതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ തന്നെ പ്രോസിക്യൂഷൻ ആരോപിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിനെ ശരിവെച്ചുകൊണ്ടുള്ള ഒരു നടപടി തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഈ കേസിൻ്റെ പ്രഥമ ഘട്ടത്തിൽ മാത്രമാണ്, അന്വേഷണത്തിൻ്റെ പ്രഥമ ഘട്ടത്തിൽ മാത്രമാണ് ഇയാൾ ഒരു സമ്പന്നനായ ആൾ പ്രതിയായത് കൂടി കൊണ്ട് തന്നെ ഇപ്പോൾ ജാമ്യം അനുവദിച്ചാൽ ഈ കേസിൻ്റെ അന്വേഷണത്തിനടക്കം ഇത് ഗുരുതരമായി ബാധിക്കും. അതുകൊണ്ട് ജാമ്യം നൽകരുത് എന്നുള്ളൊരു വാദമായിരുന്നു പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചിരുന്നത്. കൂടാതെ ഈ പ്രതി പലതവണ ഈ ലൈംഗിക അധിക്ഷേപം തുടർന്നിരുന്നു. ലൈംഗിക ചൊവ്വയോടുകൂടിയുള്ള ദ്വയാർത്ഥത്തിലോടുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഇത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയിരുന്നു. ആ കാര്യത്തെ കൂടി കോടതി ശരിവെക്കുന്നുണ്ട്. കോടതിയിൽ അടച്ചിട്ട കോടതി മുറിയിലെ നടപടികളിൽ ഈ കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു. ഈ വീഡിയോ ദൃശ്യങ്ങളടക്കമുള്ളവ നേരത്തെ കോടതിക്ക് മുന്നിലായിട്ട് പ്രോസിക്യൂഷൻ തെളിവായിട്ട് നൽകിയിരുന്നു. ആ കാര്യങ്ങൾ കോടതി പരിശോധിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വ്യക്തമാവുകയാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഈ വിധിപ്പകർപ്പിൽ പറയുന്നത്. ഏതായാലും ഈ വലിയ സ്വാധീനമുള്ള ഒരു പ്രതിയെ ഇപ്പോൾ പുറത്തേക്ക് വിട്ടുകഴിഞ്ഞാൽ അത് കേസിൻ്റെ അന്വേഷണത്തിനടക്കം ഗുരുതരമായി ബാധിക്കും എന്നുള്ളൊരു പ്രോസിക്യൂഷൻ വാദത്തെ ഇതെല്ലാം തന്നെയുള്ള പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള എല്ലാ വാദത്തെയും അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഏതായാലും ഇപ്പോൾ ഈ വിധി കേട്ടതിന് ശേഷം, വിധി വന്നതിന് ശേഷം ബോബി ചെമ്മണ്ണൂരിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയുണ്ടായി. അതിനുശേഷം ഇപ്പോൾ സ്വാഭാവികമായുള്ള ഒരു വൈദ്യപരിശോധന, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഒരു ശാരീരിക അസ്വസ്ഥതയുണ്ടായ ഒരു സാഹചര്യം, അതുകൊണ്ട് തന്നെ വിശദമായ ഒരു വൈദ്യപരിശോധന തന്നെയാണോ നടക്കുന്നത്? തീർച്ചയായിട്ടും KP പെട്ടെന്നായിരുന്നു കോടതിയിൽ നിന്നൊരു വിധി പ്രസ്താവന വന്നതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ കുഴഞ്ഞു വീഴുന്ന രീതിയിൽ പ്രകടിപ്പിച്ച ഒരു ആരോഗ്യ ബുദ്ധിമുട്ട് അയാൾ കോടതിയിൽ പ്രകടിപ്പിച്ചത്. ആ സമയത്ത് പറഞ്ഞത് BP കുറഞ്ഞു എന്നുള്ളൊരു കാര്യമാണ്, BP കൂടി എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ കോടതി തന്നെ പറയുന്നു കോടതി മുറിക്കുള്ളിൽ തൽക്കാലം വിശ്രമിക്കൂ എന്നുള്ളൊരു കാര്യമായിരുന്നു. അല്പസമയം ഇയാൾ കോടതിയിൽ വിശ്രമിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് കോടതിക്ക് പുറത്തേക്ക് വന്നത് നടന്നാണ്, അതായത് പോലീസിനൊപ്പം നടന്ന് ലിഫ്റ്റിൽ നിന്നിറങ്ങി ജീപ്പിലേക്ക് പോകുന്നതും നടന്നായിരുന്നു. ആ സമയത്തും ബോബി ചെമ്മണ്ണൂർ പ്രതികരിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. ബോബിയോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ബോബി മാധ്യമങ്ങളോട് പറഞ്ഞത് താൻ നിരപരാധിയാണ് എന്നൊരു വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ പ്രതികരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വലിയ രീതിയിലേക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ പോയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും ഈ ആരോഗ്യ പരിശോധന അതൊരു നിർണായകം തന്നെയാണ്. അത് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൂടി വിലയിരുത്തൽ നടത്തിയതിന് ശേഷം മാത്രമായിരിക്കും ജയിലിലേക്കാണോ അല്ലെങ്കിൽ ആശുപത്രിയിൽ ചികിത്സയിൽ റിമാൻഡിൽ കഴിയുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക. ഏതായാലും റിമാൻഡിലേക്ക് പോയ ഒരു സാഹചര്യത്തിൽ പ്രതിഭാഗത്തിൻ്റെ വാദങ്ങളെല്ലാം തള്ളപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇനി അടുത്ത നടപടി എന്നുള്ളത് അപ്പീൽ പോകുക എന്നുള്ളതാണ്. ഈ അപ്പീൽ പോകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നാളെ തന്നെ ആരംഭിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഏതായാലും ഇപ്പോൾ നേരത്തെ പ്രതിഭാഗം വ്യക്തമാക്കിയുണ്ടായിരുന്നു. നാളെ മുതിർന്ന അഭിഭാഷകരോടൊക്കെ ചർച്ച ചെയ്തതിന് ശേഷം നാളെ തന്നെ അപ്പീൽ നൽകുന്നതിന് വേണ്ടിയുള്ള നീക്കമായിരിക്കും പ്രതിഭാഗം നടത്തുക. അത് ജില്ലാ കോടതിയിലോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലോ ഇത് സംബന്ധിച്ചുള്ള അപ്പീൽ നൽകും. ജില്ലാ കോടതിയിലേക്ക് നൽകും എന്ന തരത്തിലായിരുന്നു ആദ്യം പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞത്. പിന്നീട് അത് സീനിയർ അഭിഭാഷകൻ രാമൻപിള്ളയാണ് ഇദ്ദേഹത്തിന് വേണ്ടി
ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഈ കേസ് എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തോടു കൂടി ചർച്ച ചെയ്തതിന് ശേഷമായിരിക്കും ഈ അപ്പീൽ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും നാളെ തന്നെ ഇവർ അപ്പീലിനും പോകും. ഏതായാലും വലിയൊരു നീക്കം തന്നെയാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടായിട്ടുള്ളത്. ഈ നടപടി അത് സൈബർ ഇടങ്ങളിലൂടെ സ്ത്രീകൾക്കെതിരായിട്ട് ലൈംഗിക അധിക്ഷേപങ്ങൾ നടത്തുന്ന ആളുകൾക്കെതിരായിട്ടുള്ള ഒരു നടപടി എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ ഈ കേസിലെ പോലീസിന്റെ ചടുലമായ നീക്കങ്ങളെ വിലയിരുത്തിയത്. ഏതായാലും ആ കാര്യങ്ങൾ ശരിവെച്ചുകൊണ്ട് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഇത്തരത്തിൽ ലൈംഗിക അധിക്ഷേപങ്ങൾ തുടരുന്നു, അതിനെ വാൺ ചെയ്തിട്ട് പോലും വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ആളുകൾക്കെതിരായിട്ട് ശക്തമായ നടപടി ഉണ്ടാകും എന്ന് തന്നെ വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു നീക്കം കൂടിയാണ് ഇന്നിപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടായിരിക്കുന്നത്. വലിയ വാദങ്ങൾ കേട്ടിരുന്നു. രാവിലെ മുതൽ ആരംഭിച്ച കോടതി നടപടികൾ ഉച്ചവരെ തുടരുന്നു. അതിനുശേഷം വീണ്ടും ഈ ഡിജിറ്റൽ തെളിവുകൾ ആയിട്ട് ഇവർ സമർപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ അതുകൂടി കോടതി പരിശോധിക്കുന്നു. അടച്ചിട്ട കോടതി മുറിയിലെ നടപടികൾ ഉണ്ടാകുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് 4:30 ശേഷമാണ് ഇത് സംബന്ധിച്ചുള്ള വിധി പ്രസ്താവന കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. KP. യെസ്, കിരൺ സൂചിപ്പിച്ചതുപോലെ തന്നെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ജയിലിലേക്ക് മാറ്റും. നാളെ ഇത് സംബന്ധിച്ച് അപ്പീൽ പോകുമെന്ന് തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകൻ വ്യക്തമാക്കുന്നത്. ഏതായാലും പ്രതിഭാഗം ഉന്നയിച്ച എല്ലാ വാദഗതികളും തള്ളിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ റിമാൻഡ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കോടതി കടന്നിരിക്കുന്നത്, അല്ലേ? അതായത് ലൈംഗിക ചൊവ്വയോടെ സംസാരിച്ചു അല്ലെങ്കിൽ അധിക്ഷേപിച്ചു, അതിൽ കൃത്യമായ രീതിയിൽ ഭാരതീയ നീതിന്യായ സംഹിതയുടെ പുതിയ വിധിന്യായങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് നിർണായകമായ വിധി കോടതിയുടെ ഭാഗത്ത് നിന്നുമുണ്ടായത്, അല്ലേ? KP, ഈ വിധിന്യായത്തിൻ്റെ പകർപ്പ് അത് നേരത്തെ പുറത്തു വന്നിരുന്നു. 6 പേജുള്ള ആ വിധിപ്പകർപ്പിൽ പറയുന്ന ചില കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കാം. സാക്ഷികളെ സ്വാധീനിക്കുമെന്ന പ്രോസിക്യൂഷൻ്റെ വാദം അംഗീകരിക്കുകയായിരുന്നു. മാത്രമല്ല അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ് എന്നുള്ള പോലീസിൻ്റെ വാദമുണ്ടായിരുന്നു, അതിനെ കൂടി അംഗീകരിക്കുന്നു. പ്രതി വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് ഈ അന്വേഷണത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിലിരിക്കുന്ന കേസിലേക്ക് വലിയ സ്വാധീനങ്ങൾ നടത്താൻ പ്രതിയെ കൊണ്ട് സാധിക്കും. കൂടാതെ ബോബി ചെമ്മണ്ണൂർ ലൈംഗിക അധിക്ഷേപം നടത്തിയിട്ടുണ്ട്, ലൈംഗിക ചുമയോടുകൂടി സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ എല്ലാം തന്നെ കോടതിക്ക് ബോധ്യമായിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ബോധ്യമായതിനെ തുടർന്നാണ് ഏതായാലും ജാമ്യം നൽകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഏതായാലും കോടതി എത്തിയത്. ഈ പ്രഥമ ദൃഷ്ട്യ തന്നെയുള്ള ഈ കാര്യങ്ങളും പ്രോസിക്യൂഷൻ്റെ ഈ വാദങ്ങൾ എല്ലാം തന്നെ നിലനിൽക്കുന്നതാണ് എന്ന് കണ്ടെത്തിക്കൊണ്ട് തന്നെയാണ് കോടതി ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. ഏതായാലും കോടതിയിലെ നടപടികൾ പൂർത്തിയാക്കി ഇയാളിപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ വൈദ്യപരിശോധനയുള്ള അടക്കമുള്ള കാര്യങ്ങൾ കൂടി പൂർത്തിയാക്കിയാൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ബോബി ചെമ്മണ്ണൂരിനെ ജയിലിലേക്കോ അല്ലെങ്കിൽ ഇയാളുടെ ആരോഗ്യ പ്രശ്നത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആശുപത്രിയിൽ തുടരാനോ ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. ഏതായാലും ജയിലിലേക്ക് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാക്കനാട് ജില്ലാ ജയിലിലേക്കായിരിക്കും ബോബി ചെമ്മണ്ണൂരിനെ മാറ്റുക. KP. ഇതിനോടൊപ്പം തന്നെ ഈ വൈദ്യപരിശോധന പൂർത്തീകരിച്ച് ഉടൻ തന്നെ ബോബിയെ പുറത്തേക്ക് എത്തിക്കാനുള്ളൊരു സാധ്യതയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. KP, ഈ വൈദ്യപരിശോധന ഉടനെ പൂർത്തിയാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒരു 20 മിനിറ്റിലധികം സമയമായി ഈ വൈദ്യപരിശോധന തുടരുന്നു. അപ്പോൾ വിശദമായി തന്നെയുള്ള ഒരു പരിശോധന, ആ പരിശോധന കൂടി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇയാളെ പുറത്തേക്ക് എത്തിക്കും. 2 തവണ നേരത്തെ പരിശോധന നടത്തിയിരുന്നതാണ്. ഈ അറസ്റ്റ് കഴിഞ്ഞതിനുടനെ ശേഷം വയനാട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇന്നലെ രാത്രി 7 മണിയോടുകൂടി കൊച്ചിയിലെത്തിക്കുന്നു. പിന്നീട് ഒരു 11 മണിയോടുകൂടി തന്നെ ആശുപത്രിയിൽ എത്തിച്ച് ആദ്യഘട്ടത്തിലുള്ള വൈദ്യപരിശോധന, ഈ അറസ്റ്റിന് ശേഷമുള്ള വൈദ്യപരിശോധന നടത്തുകയുണ്ടായിരുന്നു. മാത്രമല്ല പിന്നീട് രാവിലെ വീണ്ടും കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പുള്ള വൈദ്യപരിശോധന, ഇതെല്ലാം തന്നെ 2 തവണ നേരത്തെ പൂർത്തിയാക്കിയതാണ്. ഇനിയിപ്പോൾ ജയിലിലേക്ക് മാറ്റുന്നതിന് മുന്നോടിയായിട്ടുള്ള വൈദ്യപരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. അതും വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ആ പരിശോധന കൂടി പൂർത്തിയായാൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ബോബി ചെമ്മണ്ണൂരിനെ പുറത്തേക്ക് കൊണ്ടുവരും. അതിനുവേണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇയാളെ ജയിലിലേക്ക് മാറ്റുന്നതിന് വേണ്ടി അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസും സജ്ജരായി തന്നെ നിൽക്കുന്നുണ്ട്. KP.